പാമ്പുകൾക്ക് വാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, PV അൻവറിന് തല ചാക്കാൻ UDF ഇടമില്ല. ഈ കഴിഞ്ഞ 3-4 മാസമായി ഒരു മനുഷ്യന്റെയും ഒരു പാർട്ടിയുടെയും എന്നെ വസ്ത്രാക്ഷേപം നടത്തിയിട്ട് എന്താ തെരുവിലേക്ക് വിട്ടിരിക്കുക അല്ലേ? ഇന്നലെ എന്താ ചെയ്തത്? വസ്ത്രാക്ഷേപം നടത്തി തെരുവിൽ വിട്ട് എന്റെ മുഖത്തേക്ക് ചളിവാരി എറിയണം. അത് കാണുന്നുണ്ടല്ലോ എല്ലാം. അൻവറിനെ കല്ലെടുത്ത് UDF എറിഞ്ഞു ഓടിക്കുമ്പോൾ സഖാക്കൾ ഇതല്ല കേട്ടോ പറയുന്നത്. നീ ചെയ്തതിനൊക്കെ ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ പ്രവൃത്തികൾ നിന്റെ തലമേൽ തന്നെ മടങ്ങി വരും. നിന്റെ ഹൃദയത്തിന്റെ അഹന്ത നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ ഉയർന്നു പറന്നാലും നക്ഷത്രങ്ങൾക്കിടയിൽ കൂടുകൂട്ടിയാലും അവിടെ നിന്നെല്ലാം നിന്നെ ഞാൻ താഴെ ഇറക്കും. ഇനി അൻവറിനെ അൻവറാക്കിയ കഥ, അൻവറിനെ വെറും ഷിറ്റാക്കിയ കഥ ഒന്ന് നമുക്ക് നോക്കാം. ആര്യാടൻ മുഹമ്മദിനെ തോൽപ്പിച്ച് മകൻ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പോരാട്ടത്തിനിറങ്ങിയ അൻവറിനെ സഖാക്കൾ അന്ന് ജയിപ്പിച്ചത് 11,510 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു. സഖാക്കൾ കച്ചകെട്ടി ഇറങ്ങിയാൽ പൊളിച്ചടക്കാൻ കഴിയാത്ത കോട്ടകളില്ലെന്ന് മനസ്സിലാക്കിയ PV അൻവർ തന്റെ ഉള്ളിലെ ലീഗ് പ്രേമം പുറത്തു വരാതെയായിരുന്നു സഖാവായുള്ള അഭിനയം. 2021 46.9% വോട്ടാണ് അൻവറിന് കിട്ടിയത്. UDF സ്ഥാനാർത്ഥിക്ക് വെറും 45.34%. VV പ്രകാശ് ആയിരുന്നു അന്നത്തെ UDF സ്ഥാനാർത്ഥി. കടുത്ത ആരോപണങ്ങൾ നേരിട്ടിരുന്ന സമയത്താണ് അൻവറിന്റെ വിജയം. ഒരുപക്ഷെ PV അൻവർ പോലും വിചാരിച്ചു കാണില്ല 2021 വിജയം. തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് PV അൻവർ വീണ്ടും ജനവിധി തേടുന്നതിൽ നിലമ്പൂരുകാർക്കിടയിൽ വലിയ താല്പര്യക്കുറവുണ്ടായിരുന്നു. സത്യത്തിൽ ആ വിജയം പിണറായി വിജയന് മാത്രം അവകാശപ്പെട്ടതാണെന്ന് ഞാൻ പറയും. 2021 തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ ഒരു വോട്ട് എന്ന നിലയിലായിരുന്നു പലരും വോട്ട് ചെയ്തത്. LDF സ്ഥാനാർത്ഥികൾ ജയിച്ചാൽ മാത്രമേ തുടർഭരണം സാധ്യമാകൂ, കേരളം വികസിക്കൂ എന്ന ചിന്തയിൽ നിന്ന് ജനങ്ങൾ എഴുതിയ വിധിയിൽ PV അൻവറും കഷ്ടിച്ച് പാസ്സായി 2700 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഓഗിയിലും പ്രളയത്തിലും കോവിഡിലും ആടി ഉലയാതെ ഒരു ജനതയെ പിടിച്ചു നിർത്തിയ, ഒരു സംസ്ഥാനത്തെ പിടിച്ചു നിർത്തിയ നാടിന്റെ കപ്പിത്താന്റെ തുടർ ഭരണത്തിനായി നാടാകെ കൈകോർത്തപ്പോൾ 99 സീറ്റുകളോടെ പിണറായി വിജയൻ സർക്കാർ തുടർ ഭരണത്തിലെത്തി. കോൺഗ്രസ് ആകട്ടെ തകർന്നടിഞ്ഞുപോയി. പിണറായി തരംഗത്തിൽ ജയിച്ച അൻവർ സഭയിലുമെത്തി. അൻവർ സഭയിലെത്തിയതോടെ അൻവറിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ സർക്കാരിനും പാർട്ടിക്കും നേരിടേണ്ടി വന്നത് വലിയ വലിയ പ്രതിസന്ധികളായിരുന്നു. അരുവിയുടെ ഒഴുക്ക് തടഞ്ഞ് നിർമ്മിച്ച കക്കാടംപൊയിലെ തടയണകൾ പൊളിച്ചു നീക്കാൻ ഹൈക്കോടതി ഇതിനിടയിൽ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഹൈക്കോടതി പറഞ്ഞിട്ട് പോലും അൻവർ കേൾക്കുന്നില്ല. പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി അൻവർ വീണ്ടും ബിസിനസ് പടുത്തുയർത്താൻ നോക്കിയ ശ്രമത്തിന്റെ കടക്കൽ കത്തിവെച്ച് പാർട്ടിയുടെ വമ്പൻ താക്കീത്. നിയമവിരുദ്ധമായി പണിത തടയണകളെ ചൊല്ലിയുള്ള വിവാദത്തിൽ LDF ഭരിക്കുന്ന കൂടരഞ്ഞി പഞ്ചായത്തും അൻവറിനെതിരെ വടിയെടുക്കുന്നു. ഇതോടെ അൻവറിന് നിക്കക്കള്ളിയില്ലാതായി. പാർട്ടിയും തിരിയുന്നു. ഇതിനിടയിൽ പാർക്കുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ എതിരാളികളും മാധ്യമങ്ങളും നടത്തിയ വേട്ടകളെ സഖാക്കളും കണക്കിന് പ്രതിരോധിക്കുന്നുണ്ട്, അതും അൻവറിന് വേണ്ടി. അതിനിടയിൽ വ്യക്തിവൈരാഗ്യം തീർക്കാൻ മാധ്യമങ്ങൾക്കെതിരെയും അൻവർ തിരിയുന്നു. ഇതോടെ പിണറായി വിരോധം മൂത്ത നമ്മുടെ മാധ്യമങ്ങൾ വ്യാജ വാർത്തകൾ ഇറക്കി LDF സർക്കാരിനെതിരെ രംഗത്തെത്തുന്നുണ്ട്. മാസപ്പടിയും തൃശൂർ പൂര വിവാദവും സ്വർണ്ണക്കള്ളക്കടത്ത് കഥയും അങ്ങനെ നിരവധി വ്യാജ വാർത്തകളുടെ തുടക്കം ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. തന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പിണറായി വിജയൻ സർക്കാർ കൂടെ നിൽക്കില്ല എന്ന തിരിച്ചറിവിൽ നിന്ന് അൻവർ മറുകണ്ഠം ചാടാനുള്ള പണികൾ തുടങ്ങുന്നു. പിന്നീട് കണ്ടത് മുസ്ലിം ലീഗിൽ കയറിപ്പറ്റാൻ PV അൻവർ നടത്തിയ ശ്രമങ്ങളായിരുന്നു. മാധ്യമങ്ങളുടെ കൂട്ടുപിടിച്ച് എത്രയെത്ര ആരോപണങ്ങൾ. മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനും പാർട്ടിക്കുമെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അൻവർ മാധ്യമങ്ങളിൽ തിളങ്ങി നിന്നു. പ്രതിപക്ഷത്തിന്റെ മനസ്സ് പിടിച്ചുപറ്റാൻ പല ശ്രമങ്ങൾ നടത്തി. അൻവറിനെ വേണ്ടുവോളം മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി, പ്രതിപക്ഷവും ഉപയോഗപ്പെടുത്തി. മാധ്യമങ്ങളുടെ ലാളനയിൽ UDFിലേക്കുള്ള പ്രവേശം പെട്ടെന്നാകുമെന്ന് അൻവർ സ്വപ്നം കണ്ടു. അൻവറിന്റെ നീക്കം മനസ്സിലാക്കിയ LDF ഇയാളെ പുറത്താക്കിക്കൊണ്ട് പത്രക്കുറിപ്പ് ഇറക്കിയതോടെ സഖാക്കൾ ഒന്നടക്കം പാർട്ടിയുടെ കൊടിക്ക് കീഴിൽ അണിനിരന്നു. പിന്നീട് സഖാക്കൾ നടത്തിയത് വർഗ ശത്രുവിനെതിരെയുള്ള പോരാട്ടമായിരുന്നു. താൻ പാർട്ടി വിട്ടാൽ ഒരു വിഭാഗം സഖാക്കൾ തനിക്കൊപ്പം വരുമെന്ന് അൻവർ പ്രതീക്ഷിച്ചു. കടലിലെ വെള്ളം ബക്കറ്റിലാക്കി തിരമാല ആർത്തിരമ്പി വരുന്നതും സ്വപ്നം കണ്ട അൻവർ തിരമാല കാണാതായപ്പോൾ ബക്കറ്റ് കമ്പനിക്കെതിരെ വരെ പിണറായി സമെന്ന് ചാപ്പ് കുത്തി. അൻവറിനെ പാർട്ടി ചവിട്ടി പുറത്താക്കിയപ്പോൾ നിലമ്പൂരിലെ ഒരു സഖാവ് പോലും അൻവറിനൊപ്പം പോയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. തിരമാല ആർത്തിരമ്പാത്ത ബക്കറ്റിനെ കുറ്റം പറഞ്ഞ് അയാൾ നിലമ്പൂർ PC ആയി മാറി. പിണറായി വിജയനെ താഴെയിറക്കാൻ സഹായം തേടി പോയത് തമിഴ്നാട്ടിൽ DMKയുടെ മുമ്പിൽ. MK സ്റ്റാലിൻ അൻവറിനെ അവിടെ നിന്ന് ആട്ടി ഓടിക്കുന്നുണ്ട്. അത് വല്ലാത്തൊരു ആട്ടി ഓടിക്കലായിരുന്നു.
തിരികെ എത്തിയ അൻവർ കേരളത്തിൽ DMK സംഘടന രൂപീകരിക്കുന്നുണ്ട്. സംഘടനയിൽ ജമാഅത്ത് ഇസ്ലാമി, SDPI, BJP പ്രവർത്തകർ, ലീഗ് പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകർ ഇവരൊക്കെ ചേരുന്നുണ്ടെങ്കിലും കൊടിപിടിക്കാൻ ഒരൊറ്റ സഖാവിനെയും കിട്ടുന്നില്ല. ഇതിനിടയിൽ പാലക്കാട്, വയനാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു പോകുന്നുണ്ട്. ഇവിടെയൊക്കെ അൻവർ വലിയ ഗീർവാണങ്ങൾ അടിക്കുന്നുമുണ്ട്. UDFനെ സഹായിക്കാൻ സർക്കാരിനെതിരെ നിരവധി വ്യാജ ആരോപണങ്ങൾ അൻവർ ഇറക്കുന്നുണ്ട്. ഇതൊക്കെ UDFിൽ കയറിപ്പറ്റാൻ വേണ്ടി ചെയ്തതാണ്. ഈ ശ്രമങ്ങളൊന്നും മുസ്ലിം ലീഗിലേക്ക് എത്താൻ സഹായിക്കുന്നില്ല. ഒടുവിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിലേക്ക് അൻവർ ചാടുന്നു. അൻവറിന്റെ ആഴ്ചകൾ തോറുമുള്ള പാർട്ടി മാറ്റം തലവേദനയായ പ്രവർത്തകർ അൻവറിനെ അവസാനം കൈവിടുകയാണ്. അൻവർ BJPയിലേക്ക് പോകുമോ എന്ന ഭയന്നിട്ടാണ് മിൻഹാജ് പാർട്ടി വിട്ടതെന്നാണ് DMKയിൽ നിന്ന് രാജിവെച്ച ശേഷം അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പോയത് പിന്നീട് CPMയിലേക്ക്. കഥ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വന്നു നിൽക്കുമ്പോൾ അനാഥപ്രേതമായി അലയുകയാണ് അൻവർ. അപ്പോ ഇതെല്ലാം അനുഭവിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല, മനസ്സിലായില്ലേ? കാല് പിടിക്കുമ്പോൾ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? OLXൽ ഇട്ടാൽ പോലും ആരും എടുക്കാത്ത അവസ്ഥ. ഫുട്പാത്തിൽ ഒരു കുത്ത് 10 രൂപ എന്ന് പറഞ്ഞിട്ട് പോലും തന്നെ എടുക്കാൻ ആരുമില്ലാത്ത അവസ്ഥ. അപ്പൊ ഒരു സഹകരണ മുന്നണി ആക്കാന്ന് പറഞ്ഞു, അതിന് സമ്മതിച്ചു. സഹകരണ മുന്നണി അറിയാൻ നിങ്ങൾക്ക് അറിയാം. ബസ്സിലെ ആ സ്റ്റെപ്പിൽ കയറിയുന്ന ക്ലീനറെ കൂടെ നിന്ന് പോകണത് മതി, പ്രശ്നമില്ല. നമ്മൾ ചെറിയ പാർട്ടിയല്ലേ, നമ്മൾ വളരെ ചെറിയ പാർട്ടിയാണല്ലോ, അതിനും നമ്മൾ സമ്മതിച്ചു. അതെങ്കിലും ഒന്ന് പൊതുസമൂഹത്തോട് പറയണ്ടേ? വാക്കിന് വിലയില്ലാത്ത സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഏത് സമയത്തും എന്തും വിളിച്ചു പറയുന്ന അൻവർ ഇന്ന് നിലമ്പൂരുകാർക്കും ഒരു കോമാളിയാണ്. അയാൾ ആർക്കെങ്കിലും വേണ്ടി വോട്ട് ചോദിച്ചാൽ കിട്ടാനുള്ള വോട്ട് പോലും കിട്ടില്ല എന്നുള്ളത് വലിയൊരു വസ്തുതയാണ്. UDFകാരും അൻവറിനെ പിന്തള്ളുമ്പോൾ അൻവറിന് മുമ്പിൽ ഇനി ആകെയുള്ളത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രാഷ്ട്രീയ ഭാവി ഇവിടെ അവസാനിപ്പിക്കാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ BJPക്കൊപ്പം പോകാം എന്നുള്ളതാണ്. ആദ്യം മാധ്യമങ്ങൾക്ക് ചെസ്റ്റ് നമ്പർ ഇട്ട് സോഷ്യൽ മീഡിയയിൽ താരമായി. മറുനാടൻ ഷാജനെ വെല്ലുവിളിച്ച് വീണ്ടും ഹീറോയായി. വെല്ലുവിളികൾക്കപ്പുറം ഒന്നും സംഭവിച്ചില്ല. അവസാനം മറുനാടനെ വെല്ലുന്ന മറുനാടനായി PV അൻവർ മാറുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത്. മാധ്യമങ്ങളെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല എന്ന അവസ്ഥയായി. വ്യക്തിവൈരാഗ്യം തീർക്കാൻ MLA സ്ഥാനം രാജിവെച്ച് കളത്തിലിറങ്ങിയ PV അൻവറിന് എടുത്തു പറയാൻ ഇപ്പോൾ ഊരുമില്ല, പേരുമില്ല. PV അൻവർ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് ഗോതയിൽ വലിയ ചർച്ചാ വിഷയമാണ്. PV അൻവറിനെ ആർക്കും വേണ്ട. PV അൻവർ ഓരോ പാർട്ടിയുടെയും ഓരോ പാർട്ടിക്കാരുടെയും ഓഫീസുകൾ കയറി ഇറങ്ങി നടക്കുകയാണ്. PV അൻവർ വിളിച്ചു പറയുകയാണ്, PV അൻവർ അഭ്യർത്ഥിക്കുകയാണ് തന്നെ ആരെങ്കിലും എടുക്കണമെന്ന്. ഇടുക്ക ചിരക്കായി PV അൻവറിനെ എല്ലാവരും മാറ്റി നിർത്തുമ്പോൾ അയാൾ സത്യത്തിൽ ഒരു വലിയ കോമഡിയും ഒരു വലിയ ദുരന്തവുമായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. സഖാക്കളെ വഞ്ചിച്ച്, പാർട്ടിയെ വഞ്ചിച്ച് എന്തൊക്കെയോ ആയി മാറാൻ വേണ്ടി ഇറങ്ങി തിരിച്ച അൻവർ എങ്ങുമെത്താതെ നിൽക്കുന്ന കാഴ്ചയാണ് നിലമ്പൂരിൽ കാണാൻ സാധിക്കുന്നത്. പിണറായിസം എന്ന് പറഞ്ഞു പാടി നടക്കുന്ന അൻവർ ഇക്കുറി നിലമ്പൂരിൽ മത്സരിക്കാൻ ഇറങ്ങണം എന്ന് തന്നെയാണ് ഇടതുപക്ഷവും ആവശ്യപ്പെടുന്നത്. സഖാക്കളും പറയുന്നതും അത് തന്നെയാണ്. ധൈര്യമുണ്ടോ PV അൻവറെ എന്ന് തന്നെയാണ് സഖാക്കൾ ചോദിക്കുന്നത്. ധൈര്യമുണ്ടെങ്കിൽ PV അൻവർ മത്സരിക്കേണ്ടതുണ്ട്. താങ്കൾക്ക് എത്രത്തോളം നിലമ്പൂരിൽ ഇടമുണ്ടെന്നും സ്പേസ് ഉണ്ടെന്നും താങ്കൾക്ക് മനസ്സിലാക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണിത്. ഇടതുപക്ഷം ജയിക്കുമെന്ന് താങ്കൾ പോലും പറയാതെ പറയുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ UDF പരാജയം സമ്മതിച്ചു കഴിഞ്ഞ മട്ടുമാണ്. അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് അത് വ്യക്തവുമാണ്. നിലമ്പൂരിലെ പെട്ടി പൊട്ടിക്കുമ്പോൾ, നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ മുന്നേറ്റം നടത്തും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. അത് തന്നെ PV അൻവറിനും അറിയാം. പക്ഷേ പെട്ടി പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ UDF മുന്നണിയിൽ കയറി പറ്റുക എന്നുള്ളതാണ് അൻവറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. മത്സരത്തിൽ നിന്നാൽ തേഞ്ഞൊട്ടുമെന്നും അൻവറിന് നന്നായി അറിയാം. അൻവർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില നീക്കങ്ങൾ, അൻവർ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചില തന്ത്രങ്ങൾ, UDFിൽ കയറി പറ്റാനുള്ള പല തന്ത്രപ്പാടുകളാണെങ്കിലും അൻവറിന്റെ ഈ കിടന്നുള്ള നാടകം കളികൾ കാണുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ചോദിക്കുന്ന ഒരേ ഒരു കാര്യം, തനിക്ക് നിലപാടുണ്ടോ, നിലവാരമുണ്ടോ എന്ന് തന്നെയാണ്. അത് തന്നെ ഞങ്ങളും ചോദിച്ചുകൊണ്ട് നിർത്തുകയാണ്.